ഏകദേശം ഒരു 10 വർഷക്കാലം പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതിയതിന് ശേഷമാണ് എനിക്ക് ഒരു ഓഡിയോ കാസറ്റ് രംഗത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അത് എൻ്റെ നാട്ടുകാരനായ ജോണി സാഗരികയാണ് എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത്. എറണാകുളത്ത് MG റോഡിനും ചിറ്റൂർ റോഡിനും അപ്പുറവും ഇപ്പുറവും ഒരുപാട് ഓഡിയോ കമ്പനികളുടെ ഓഫീസുകളുണ്ടായിരുന്നു. തരങ്കിണി, BMG തരങ്കിണി, മാഗ്ന സൗണ്ട്, ഈസ്റ്റ് കോസ്റ്റ്, ജോണി സാഗരിക, ക്രിയേറ്റീവ് സൗണ്ട്. അപ്പോൾ ഇതിലൊക്കെ പാട്ടെഴുതുക, ഇവിടെയൊക്കെ അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. എന്നേക്കാൾ മുമ്പ് ഈ രംഗത്ത് വരികയും വളരെ സജീവമാവുകയും ചെയ്ത ഗുരുസ്ഥാനീയരായ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ആ രംഗത്ത് ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഒരവസരമാണ് ചെന്നൈയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര. ചെന്നൈയിൽ പോകുന്നതിന് മുമ്പേ പലവട്ടം ഞാൻ പഴയ ആ മദ്രാസ് നഗരത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട്. കാര്യം വയലാർ രാമവർമ്മ സാറും ONV സാറും ഭാസ്കരൻ മാഷും ഒക്കെ ചെന്നിറങ്ങിയ ആ സ്വപ്ന നഗരം. ഞാൻ ചെന്നൈയിലേക്ക് പോകാൻ കാര്യം ചിത്രചേച്ചി ക്ഷണിച്ചതിനാണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വിജയൻ ചേട്ടൻ ഒരു ഓഡിയോ കാസറ്റ് കമ്പനി നടത്തുന്നുണ്ട്, ഓഡിയോ ട്രാക്സ് എന്ന പേരിൽ. മനോരമ മ്യൂസിക്കുമായിട്ട് മാർക്കറ്റിംഗ് ആയിട്ട് നടത്തുന്ന ആ കമ്പനിക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട്, ഒരു ഓണ ആൽബം എഴുതാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. ഞാൻ ആദ്യമായി ചെന്നൈയിൽ ചെല്ലുന്നു. അത്ഭുതത്തോടെ ആ നഗരത്തെ കാണുന്നു. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വടവളനിയിൽ വഴി സാലിഗ്രാം നഗരത്തിൽ ആണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു 2-3 മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷം മ്യൂസിക് ഡയറക്ടർ അല്പ സമയത്തിന് ശേഷം വരുമെന്ന് പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം വന്നു. രഘുകുമാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ, അന്നത്തെ പ്രായത്തിൻ്റെ ആയിരിക്കും, അദ്ദേഹത്തെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. താളവട്ടത്തിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ്, നല്ല തബലിസ്റ്റാണ്, ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് വലിയ ഭയമൊന്നും തോന്നാത്തത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാഞ്ഞതുകൊണ്ടാണ്. പിന്നീട് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരാളുടെ അടുത്താണല്ലോ ഇരുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നാറുണ്ട് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു. വരികൾ എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാം എന്ന് പറയും. അങ്ങനെ ആദ്യം ഓണപ്പാട്ടിന് പല പല വശങ്ങളുണ്ട്. ആഘോഷമുണ്ട്, സങ്കടത്തിൻ്റെ ഉണ്ട്, പ്രതീക്ഷയുടെ ഉണ്ട്, വല്ലാത്ത വേവലാതിയുള്ള ഒരു ബാല്യ കൗമാരങ്ങളുടെയൊക്കെ പിന്നെ ചിത്രം വരച്ചിടണമെന്ന്, ഇങ്ങനെ പല പല രീതികളിലുള്ള ഓണപ്പാട്ടുകളാണ് 10 വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇല്ലായ്മ അനുഭവിക്കുന്ന ശരാശരി മലയാളിയുടെ എല്ലാ സങ്കടങ്ങളുമുള്ള ഓർമ്മകളുള്ള ഓണപ്പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വരി എഴുതിയ ആദ്യം. പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നെ അമ്മ പടികേറി എത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം എന്നാണ് എഴുതിയത്. അപ്പോൾ ഇത് എഴുതിയിട്ട് ഇത് വായിച്ചതിന് ശേഷം ഇങ്ങനെ തൊട്ട് തൊഴുകയാണ്. സംഗീതത്തെ വല്ലാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ സാഹിത്യം കണ്ടിട്ട് അതിനോട് വല്ലാത്ത ഭയഭക്തി ബഹുമാനത്തോടെ അതിനെ സമീപിക്കുന്നൊരു കാഴ്ച വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ഇത് ചിട്ടപ്പെടുത്തിയതിന് ശേഷം അത് ചേച്ചി പാടുവാണ്. വളരെ മനോഹരമായിട്ട് ചിത്രച്ചേച്ചി പാടുന്നു. പാടിയതിന് ശേഷം വല്ലാത്ത ഒരുപാട് ഓർമ്മകളുള്ള ഒരു റെക്കോർഡിംഗ് സിറ്റുവേഷനാണത്. ചേച്ചി പാടിയതിന് ശേഷം ഈ പാട്ട് തന്നെ മെയിൽ വോയിസിൽ തന്നെ കൂടെ വേണം എന്ന് തീരുമാനിച്ചു. ചേച്ചിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ തന്നെ അത് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ സാക്ഷാൽ P. ജയേന്ദ്രൻ ഭാവഗായകൻ ചേച്ചി പാടിയതിൻ്റെ മെയിൽ വേഷം പാടാൻ വേണ്ടി വന്നു. വന്നതിന് ശേഷം ഈ പാട്ടിങ്ങനെ വായിച്ചു നോക്കുകയാണ് ഞാൻ. ജയേട്ടനെ അതിന് മുമ്പ് 1-2 റെക്കോർഡിങ്ങിന് കണ്ടിട്ടുണ്ടെങ്കിലും വലിയ ആത്മബന്ധമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചു, പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നെ അമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം. അടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് അനുപല്ലവി വായിച്ചു. ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരിതൂകി അച്ഛൻ്റെ ഛായാപടം, ഇല്ലായ്മ തൻ കളിത്തൊട്ടിലിൽ അനുജൻ്റെ എല്ലാം മറന്നുള്ള മയക്കം. ഇത്രയും വായിച്ചതിന് ശേഷം കണ്ണ് നിറഞ്ഞിട്ട്
ഉടനെ ലാൻഡ് ഫോൺ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. മൊബൈൽ ഫോണില്ലാത്തൊരു കാലം, സജീവമല്ലാത്തൊരു കാലം. ചേട്ടൻ്റെ കയ്യിലും മൊബൈൽ ഫോണില്ല, ആരുടെയിലും മൊബൈൽ ഫോണില്ലാത്തൊരു കാലമാണ്. വല്ലാത്ത അപൂർവതയാണ് ഒരാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവുക എന്ന് പറയുന്നത്. 99 കാലം. അപ്പോൾ ഉടനെ ലാൻഡ് ഫോണിൽ നിന്നും മാളാരവിന്ദൻ ചേട്ടനെ വിളിക്കുകയാണ്. എടാ, നിൻ്റെ ജീവിതം ഒരാൾ അനുപല്ലവിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. നിൻ്റെ വീടില്ലേ, നീ പറയാറില്ലേ ചിതലുകളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് വീട് എന്ന്. അതുപോലൊരു വീട്ടിൽ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ആ പടം നീ ഒട്ടിച്ചു വെച്ചില്ലേ, ഫ്രെയിം ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, അതൊരു പാട്ടിൽ ഉണ്ടറാ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങേ തലയ്ക്കൽ സങ്കടത്തോടെ ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇങ്ങേ തലയ്ക്കൽ ജേട്ടൻ്റെ ഭാവം. പിന്നീട് പലവട്ടം ഈ പാട്ട് വല്ലാതെ സങ്കടപ്പെട്ട് വായിച്ച് വല്ലാത്ത ജീവിതത്തിൻ്റെ ഓരോരോ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ്. ജേട്ടൻ അനുഭവിച്ച സങ്കടങ്ങളല്ല, മറ്റൊരാളെക്കുറിച്ച് ഇത്രയേറെ വൈകാരികതയോടെ ഓർക്കുന്ന ഒരു ആളെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. 2002 ഞാൻ ആദ്യത്തെ ഒരു സിനിമയിൽ എഴുതുന്നത്. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നൊരു മോഹൻലാൽ ചിത്രമാണ്. അപ്പോൾ അതിന് മുൻപേ സിനിമയിൽ വരാത്ത പാട്ടുകളുണ്ട്, അതായത് ഫില്ലർ സോങ്ങുകളെന്ന് പറയും. ഒരു സിനിമയിൽ 2-3 പാട്ടുകളെ ഉണ്ടാവുള്ളൂ, അത് ഓഡിയോ കമ്പനിക്കാർ മേടിക്കും. അതിൽ ഒരു 7 പാട്ടോ 6 പാട്ടോ ചേർത്ത് ഇങ്ങനെ പിന്നെ ഒരു കാസറ്റാക്കും. അങ്ങനെ രക്തസാക്ഷികൾ സിന്ദാബാദ്, സ്റ്റാലിൻ ശിവദാസ്, അതുപോലെ തന്നെ ആകാശഗംഗ, സൂര്യപുത്രൻ, രാക്കിളിപ്പാട്ട്, മേൽവിലാസം ശരിയാണ്, താണ്ഡവം, അതുപോലെ തന്നെ ചതുരംഗം, മാമ്പഴക്കാലം, ഇങ്ങനെ വലിയ വലിയ സിനിമകളിലൊക്കെ നമ്മുടെ പാട്ടുകൾ കാസറ്റിലുണ്ട്. ഈ സിനിമാക്കാരൊന്നും ഇതറിയുന്നില്ല. ജോണി സാഗരിയ ഉൾപ്പെടെയുള്ള ഓഡിയോ കമ്പനിക്കാരുടെ ഒരു സൂത്രമാണത്. സിനിമയിൽ ഇതുണ്ടാവില്ല. അപ്പോൾ സിനിമയിൽ എഴുതുന്ന ഗാനരചയിതാവിൻ്റെ കൂടെ നമ്മുടെ പേര് കൂടി താഴെ ചേർത്തിട്ടൊരു സ്റ്റാർ ഇടും. റേഡിയോ സ്റ്റേഷനിൽ ഇതെത്തുമ്പോൾ പലപ്പോഴും സ്റ്റാർ കാണാതെ നമ്മുടെ പേര് ഇന്ന സിനിമയുടെ പാട്ടാണെന്ന് പറഞ്ഞ് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. പല നാട്ടുകാരും ഇന്ന സിനിമയിലൊക്കെ പാട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും സിനിമയിൽ എഴുതുക എന്ന് പറയുന്നത് വലിയ ഒരു പാടുള്ള കാര്യമാണെന്ന് അന്നേ ഉറപ്പായിരുന്നു. കാര്യം സിനിമയുടെ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വരുമാനമാണ് ഓഡിയോ റൈറ്റ്. ഒരുപക്ഷെ ഒരു പ്രധാന നടന് കൊടുക്കുന്ന പ്രതിഫലം ഓഡിയോ റൈറ്റ് തന്നെ ആയിട്ട് കിട്ടുന്ന ആ കാലത്ത് ഈ കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശ് നായരും ഒക്കെ എഴുതണം. വലിയ വലിയ ആൾക്കാർ എഴുതുന്ന, വലിയ വലിയ ആൾക്കാർ പാടുന്ന ഒരു ഏരിയയാണ്. ഞാനൊരു ദിവസം സാധാരണ തുടങ്ങാറുള്ളത് 2000-ൻ്റെ ആദ്യകാലത്തിലെ കാര്യമാണ്. ഉച്ചയ്ക്ക് കറക്റ്റ് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ചേർത്തലയിലെ വീട്ടിൽ നിന്നും KSRTC ബസ്സിൽ എറണാകുളത്തേക്ക് ചെല്ലും. ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് എറണാകുളത്ത് എത്തിയാൽ പിന്നെ ജോണി സാഗരിയുടെ ഓഫീസിൽ ജോണി സാഗരിയെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കാത്ത് ഒത്തിരി വലിയ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഞാനും അങ്ങനെ ഇരിക്കും. ഒരു 4 മണിയാകുമ്പോൾ ജോണി സാഗരിയ ഓഫീസിലേക്ക് വരും. KSRTC സ്റ്റാൻഡിന് അടുത്തുള്ള ഓഫീസാണ്. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പലപ്പോഴും നമ്മളെ പരിഗണിക്കാറില്ല. കാര്യം ഒരുപാട് തിരക്കുള്ളവരെയൊക്കെ ആദ്യം പറഞ്ഞു വിടും. തനിക്ക് വലിയ തിരക്കൊന്നുമില്ലല്ലോ അല്ലേ, അറിയാം, വെറുതെ വന്നതാണ്, വേറെ ആരെയും കാണാനില്ല എന്നറിയാം. അപ്പോൾ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയും, തനിക്കൊരു പടത്തിൽ എഴുതാടോ എന്നിങ്ങനെ പറയും. പക്ഷേ പടമൊന്നും കിട്ടാൻ സാധ്യതയില്ല, നമുക്ക് നന്നായിട്ടറിയാം. ഇടയ്ക്കൊക്കെ കാസറ്റിൻ്റെയൊക്കെ അവസരം തരും. ഒരിക്കലും ഇങ്ങനെ വൈകിട്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, നമുക്കൊരു സിനിമയിൽ എഴുതാനുണ്ട്, ഒരു പടമുണ്ട് എന്ന് പറഞ്ഞു. വല്ലാത്ത സന്തോഷം തോന്നി. ഒരു പടം. പിറ്റേ ദിവസം പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ അല്പം കൂടെ നേരത്തെ ചെന്നു. 12 മണിക്ക് മുമ്പാണെങ്കിൽ അദ്ദേഹം ഓഫീസിലുണ്ടാവും. പിന്നീട് 4 മണിക്കേ വരുള്ളൂ. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു, മോഹൻലാലിൻ്റെ പടമാണ്, നമുക്ക് 4 പാട്ടുണ്ട്, എല്ലാം നല്ല പാട്ടുകളാക്കണം, നല്ല ഗംഭീരമാക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ആരെ കൊണ്ട് ചെയ്യിക്കണോ? ഞാൻ ജോണി ചേട്ടനല്ലേ പറയുന്നത്, ജോണി ചേട്ടന് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആരെയും ഫിക്സ് ചെയ്യാം. കാര്യം അദ്ദേഹത്തിൻ്റെ ഓഡിയോ കമ്പനിയാണ്, അദ്ദേഹം തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന ഒരു കീബോർഡിസ്റ്റ് ഉണ്ട്, വളരെ പ്രശസ്തനാണ്, പയ്യനാണ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് മറ്റന്നാൾ അയാളുടെ വരും, താൻ മറ്റന്നാൾ വന്നാൽ, താൻ നാളെ വരണ്ട കേട്ടോ, കാര്യം നാളെ വലിയ കാര്യമൊന്നുമില്ല, മറ്റന്നാൾ വന്നാൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം പതിവ് പോലെയുള്ള എറണാകുളം യാത്ര ഉപേക്ഷിച്ചു. എന്നിട്ട് കാത്തിരിക്കുകയാണ്, ഈ സ്റ്റീഫനെ കാണണം, ഒരു സിനിമയിൽ പാട്ടെഴുത്തുകാരനാകാൻ പോവുകയാണ്. സിനിമയിൽ എഴുതുക എന്ന് പറയുന്നത് വല്ലാത്ത സ്വപ്നത്തിനും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ജനുവരിയിലെ
ഒരു തണുത്ത സന്ധ്യയിൽ ഞങ്ങൾ അബ്ബാദ് പ്ലാസയിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴത്തേക്ക് സ്റ്റീഫനോടാണ് ആദ്യം പറയുന്നത്, സ്റ്റീഫ ഇതിൽ 4 പാട്ടുണ്ട്, രാജീവ് 2 പാട്ട് എഴുതിത്തരാം എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതി തന്ന പാട്ട് ആണ് ആദ്യത്തെ പ്രണയഗാനമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് ജോണി ചേട്ടൻ ഈ സ്റ്റീഫൻ ദേവസിയോട് പറഞ്ഞു. അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, അയ്യോ ജോണി ചേട്ടാ, എനിക്ക് ആദ്യം എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യാനൊന്നും വലിയ ഇതില്ല, ഞാൻ ആദ്യം ട്യൂൺ ഇടാം, എൻ്റെ ഒരു ശൈലി അതാണ്, എനിക്ക് ലിറിക്സ് എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യുന്നത് വലിയ വശമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ ആശയോടെ എഴുതി വച്ചിരുന്ന കുറേ കവിതകൾ പോലത്തെ മനോഹരമായിട്ട് കാണുന്ന എനിക്ക് തോന്നിയ കുറേ വരികളൊക്കെ എൻ്റെ ആ സ്വപ്നം അവിടെ വെച്ച് നിലച്ചു. പിന്നീട് സ്റ്റീഫൻ്റെ ട്യൂണിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഒരാഴ്ചയോളം സ്റ്റീഫൻ ഒരുപാട് തിരക്കുകളിൽ ഇങ്ങനെ പെട്ടുപോയി. ഈ പാട്ട് ഇങ്ങനെ മനസ്സിൽ ഇത് തന്നെയാണ്. അപ്പോൾ സ്റ്റീഫൻ ഒരു ദിവസം പറഞ്ഞു, ഒറ്റപ്പാലത്തെ വീട്ടിലേക്ക് വരണം, അവിടെ വെച്ചിരിക്കാം, നമുക്കിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീഫൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വല്ലാത്തൊരു അനുഭവമാണ്. അമ്മയും അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീഫൻ്റെ ട്യൂൺ ഇടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്റ്റീഫനോട് തുടങ്ങാൻ പറയുന്നത് അച്ഛനും അമ്മയും അത്രയ്ക്ക് ഭക്തരാണ്. അതിനുശേഷം ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം ട്യൂൺ ഇങ്ങനെ ഇടുവാണ്. നിലാവുള്ളൊരു രാത്രിയാണെന്ന് ജോണി ചേട്ടൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ. സംവിധായകൻ വിശ്വനാഥ് എന്ന് പറയുന്ന പ്രിയദർശൻ്റെ അസോസിയേറ്റാണ്. നമുക്കൊരു പുതിയ ഗായകനെ അവതരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്, കലാഭവൻ ജിമ്മി. അപ്പോൾ എല്ലാവരും പുതുമുഖങ്ങളായ ഒരു സിനിമയിൽ ഞങ്ങൾ 2 പുതുമുഖങ്ങൾ ഇരുന്നിട്ട് ഒരു മോഹൻലാൽ ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കുകയാണ്. നിലാവുള്ളൊരു രാത്രിയാണ്, നായകനും നായികയും തമ്മിൽ ആദ്യമായി കാണുകയാണ്. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ പറയാനാവാത്ത ഒരു വല്ലാത്ത വിങ്ങലാണ് എന്നൊക്കെ പറയുന്നു. സ്റ്റീഫനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്. അങ്ങനെ സ്റ്റീഫൻ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം സ്റ്റീഫൻ എവിടെയോ ചെയ്തു വച്ചിരുന്ന ഒരു ആൽബത്തിലെ ഈണം എനിക്ക് മൂളി തരികയാണ്. സ്റ്റീഫന് എവിടെയോ ആൽബത്തിൽ ഉപയോഗിക്കാൻ ഫിക്സ് ചെയ്യുന്ന ട്യൂണാണ്. ആ ട്യൂണാണ് ആദ്യമായിട്ട് മൂളിത്തരുന്നത്. ആ സ്റ്റീഫൻ മൂളിത്തന്ന തന്നന്നാന എന്ന് മൂളി. അപ്പോൾ ഞാനിതിൽ എന്തെഴുതണമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. തന്നന്നാന പലവട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് തിങ്കൾ നിലാവിൽ എന്ന് കിട്ടിയത്. ഞങ്ങളിങ്ങനെ പാട്ട് മുഴുവൻ ഇങ്ങനെ എഴുതിയതിന് ശേഷം എറണാകുളത്തേക്ക് വന്ന് ജോണി ചേട്ടനെ കേൾപ്പിച്ചു. ജോണി ചേട്ടൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ടിത് കേൾക്കാം എന്ന് പറഞ്ഞു. കുറേ നാൾക്ക് ശേഷം പിന്നീടും സ്റ്റീഫനെ കിട്ടിയില്ല. സ്റ്റീഫൻ പിന്നീട് 1.5 ആഴ്ച പ്രോഗ്രാമുമായിട്ടൊക്കെ അലഞ്ഞു നടന്നു. അതിന് ശേഷം പിന്നീട് സ്റ്റീഫനും ഞാനും ജോണി സാഗരികയും വിശ്വനാഥും കൂടി ഇരുന്നിട്ട് ഫിക്സ് ചെയ്ത ഒരു പാട്ടാണ് തിങ്കൾ നിലാവിൽ. അപ്പോൾ ഇത് പാടാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ഇത് ആര് പാടും, എങ്ങനെ പാടിക്കണം. അങ്ങനെ അവസാനം ജയചന്ദ്രനെ കൊണ്ട് പാടിക്കണം, ഭാവഗായകനാണ്, കൂടെ പാടുന്നത് സുജാത. അങ്ങനെ പറഞ്ഞു. ഇവരെ പാടിക്കാനുള്ളൊരു അവസരം പിന്നീട് ഒരുപാട് നീണ്ടുപോയി. സ്റ്റീഫന് അന്നും ഒരുപാട് തിരക്കാണ്, ഇന്നത്തെ പോലെ അല്ല, അതിനേക്കാളും തിരക്കാണ്. അപ്പോൾ സ്റ്റീഫൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ വെച്ച് ഇതിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്തും ഇതിൻ്റെ വരികൾ വീണ്ടും വീണ്ടും മാറ്റാം, ഒന്നുകൂടെ നന്നാക്കാം എന്നൊക്കെ ജോൺചേട്ടൻ പറയുന്നുണ്ട്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ വരി എഴുതുന്നതിനിടയ്ക്ക് വേറെ സംഭവം നടക്കുകയാണ്. MG ശ്രീകുമാറിന് ഈ സിനിമയിൽ ഒരു ഭാഗം ആകണം. മോഹൻലാലിൻ്റെ പടമാണ്, അദ്ദേഹത്തെ ഒഴിവാക്കാനാവില്ല. പക്ഷേ സിനിമയിലില്ലെങ്കിൽ പോലും ഈ ട്യൂണിനൊപ്പിച്ച് തന്നെ വേറെ വരി കൂടി എഴുതണം. അത് MG ശ്രീകുമാർ പാടും. ഈ ജയേട്ടനും സുജാ ചേച്ചിയും പാടുന്ന ഈ പാട്ട് തന്നെ ശ്രീകുമാർ ഏട്ടനും കൂടി പാടുന്നുണ്ട്, വേറെ പാട്ടാണ്. അങ്ങനെ മായാമയൂരി എന്ന് പറയുന്ന ഒരു പാട്ട് കൂടി ആ കാസറ്റിലുണ്ട്. അത് സിനിമയിൽ പിക്ചറൈസ് ചെയ്തില്ല. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏത് പിക്ചറൈസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനായി. രണ്ടിനും 2 തരത്തിലുള്ള ഭാവതലങ്ങളുണ്ട്. രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ് ജോണി സാഗരിക. അപ്പോൾ ജോണി സാഗരിക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, ആരെ കൊണ്ട് പാടിക്കണം. ഈ പാട്ടിൻ്റെ കമ്പോസിങ് ഇങ്ങനെ കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ നായകൻ ആയ മോഹൻലാൽ ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങളെ സ്നേഹത്തോടെ വല്ലാത്ത കരുതലോടെ ഇങ്ങനെ സമീപിച്ചിട്ട് പാടുന്ന പാട്ടാണ്. അച്ഛൻ നേരത്തെ ഇല്ലാതെ പോയ തൻ്റെ കുഞ്ഞ് പെങ്ങളെ എല്ലാ കരുതലോടെയും അമ്മ അടുത്തുണ്ട്. കവിയൂർ പൊന്നമ്മ ആണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോഴും സ്റ്റീഫൻ ഒരു ട്യൂണിട്ടു, തന്നനാന. പലവട്ടം ഇങ്ങനെ ആലോചിച്ചു, കാര്യം ആദ്യ സിനിമയാണ്, നല്ല പദങ്ങളുണ്ടാവണം. വല്ലാതെ ബേജാറായ സമയത്ത് അങ്ങനെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് മുന്തിരിവാവേ എന്ന് എഴുതിയത്. ഈ പാട്ടും ഒരുപാട് വട്ടം ഒരുപാട് പേര് കേട്ടു. പലവട്ടം ഇത് ആൾക്കാരിങ്ങനെ കേൾക്കാൻ. ജോണി ചേട്ടൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ഈ പാട്ട് എല്ലാവരെയും ഇങ്ങനെ കേൾപ്പിക്കും. എല്ലാ സായന്തനങ്ങളിലും ഈ പാട്ട് കൊള്ളാവോ നല്ലതാണോ എന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം തരും. അപ്പോൾ എനിക്ക് വലിയ പേടിയായി, ഇനി നമ്മളില്ലാതാവുമോ, ഇതിനേക്കാളും നന്നായിട്ട് മറ്റു പലരും എഴുതുമെന്ന് ആരെങ്കിലും പറയുമോ, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അവസരം പോവുമോ. അതുമാത്രമല്ല, ഒരു മോഹൻലാലിൻ്റെ ഒരു വലിയ പടമായതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് വേറെ ഏതെങ്കിലും വലിയ ഗാനരചയിതാവെന്ന് എഴുതുമോ, ഈ ആശങ്ക കാരണം എനിക്ക് ഒന്ന് മനസ്സ് തുറന്ന് എഴുതാൻ കഴിയാത്ത ഒരനുഭവം ഇപ്പോഴും ഞാനത് ഇങ്ങനെ കൊണ്ടാടുന്നുണ്ട് ഹൃദയത്തിൽ. ഇതിന് ശേഷം ആ പാട്ട് പാടാൻ ആര് വേണം എന്ന് തീരുമാനിക്കും. സാക്ഷാൽ യേശുദാസ് തന്നെ വേണം എന്ന് തീരുമാനിച്ചു. യേശുദാസ് തന്നെ ആ പാട്ട് പാടാൻ തീരുമാനിക്കുന്നു. അത് ഈ തിങ്കൾ നിലാവ് പാടുന്നതിന് മുമ്പേ ഈ പാട്ട് ദാസാറ് ചേതന സ്റ്റുഡിയോ തൃശ്ശൂർ പാടാൻ വന്നു. അതിനു മുമ്പ് യേശുദാസിനെ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യ സിനിമാ പാട്ട് പാടാൻ അദ്ദേഹം വരുന്ന ആ വരവും അടുത്തിരുന്നതൊന്നും അല്ല മറക്കാനാവില്ല. കാര്യം ജീവിതത്തിലെ ഒത്തിരി വട്ടം സ്വപ്നം കണ്ടൊരു സീനാണല്ലോ. അപ്പം അന്ന് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് മാത്രമാണ് നടന്നത്. മുന്തിരിവാവേ എന്തിനീ പിണക്കം, ചന്ദന വീണേ എന്തിനീ ചിണുക്കം എന്ന പാട്ട്. ഈ രണ്ട് പാട്ടുകളും കഴിഞ്ഞിട്ട് പിന്നീടാണ് തള്ളു 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 തല്ലിപ്പൊളി വണ്ടി എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ടിനെ ഭാസ്കരൻ മാഷിൻ്റെ പഴയ ആ സിനിമാ പാട്ടിൻ്റെ ആ 3-4 വരി വച്ചിട്ട് ഈ പാട്ട് തുടങ്ങാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പാട്ടും പിന്നെ വേറെ 2-3 പാട്ടുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അടുത്ത ഒരു സംഭവം. ഇത് 1-2 പാട്ടെങ്കിലുമൊക്കെ വേറെ മാറ്റി എഴുതാം, നല്ല പാട്ട്. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു, ആരെങ്കിലും അത്തരം ഒരു സംഭവം ഉണ്ടായാൽ എൻ്റെ സ്വപ്നം വല്ലാത്ത പേടിയാണ്. ആദ്യത്തെ പാട്ട് തിങ്കൾ നിലാവിലാണ്. ആ പാട്ട് നന്നായി വന്നു, പക്ഷെ അതിനേക്കാൾ നന്നാക്കാം എന്ന് ആരോ ജോണി ചേട്ടനോട് പറഞ്ഞു കൊടുത്തു പോലും. കുറേ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ 4 മണിക്ക് ജോണി ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ജോണി ചേട്ടൻ പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പലരും പറയുന്നുണ്ട് തൻ്റെ പാട്ടൊക്കെ മാറ്റണം, കാര്യം ഇച്ചിരൂടെയൊക്കെ ഭംഗിയാക്കി എഴുതാം ഈ പാട്ട്, കാര്യം നമുക്കൊരു ഒരു പരീക്ഷണത്തിൻ്റെ കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. താൻ പേടിക്കൊന്നും വേണ്ട, തൻ്റെ പാട്ട് തന്നെ ഇങ്ങനെ ഈ പടത്തിൽ വയ്ക്കാം എന്ന് പറയും. അങ്ങനെ ആ പാട്ടിൻ്റെ റെക്കോർഡിങ് ഫിക്സ് ആയതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ചേർത്തലയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് നമ്മുടെ നാട്ടിൽ. മോഹൻലാലും ജ്യോതിർമയിയൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നു. ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് കാണാനുള്ള ഭാഗ്യം, ആദ്യമായിട്ടൊരു ഷൂട്ടിംഗ് കാണുകയാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ നമ്മളെഴുതിയ ഒരു പാട്ടിൻ്റെ ഷൂട്ടിംഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു, അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നു. ഇത്രയും പാട്ടുകളൊക്കെ ഇനിയിപ്പോൾ ഭക്തിഗാനം എഴുതുമ്പോഴോ അല്ലെങ്കിൽ നാടകഗാനങ്ങൾ എഴുതുമ്പോഴോ എല്ലാവരുടേതും അല്ലല്ലോ. നാടകഗാനം എല്ലാവരുടേതുമല്ല, ഭക്തിഗാനം എല്ലാവരുടേതുമല്ല, സിനിമാ പാട്ട് എല്ലാവരുടേതുമാണല്ലോ. അത് എല്ലാവരും കേൾക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മളെ വല്ലാതെ ആനന്ദിപ്പിച്ചു ആ സമയത്ത്. ഏറ്റവും മറക്കാനാവാത്തത് അതിൻ്റെ ആദ്യത്തെ ഷോയാണ്. ഞാൻ ഒരുപാട് വട്ടം കഷ്ടപ്പെട്ട് കണ്ട ഒരു തിയേറ്റർ ചേർത്തല ചിത്രാഞ്ജലിയിൽ നാട്ടുകാരുടെ നടുക്കിരുന്നാണത് കാണുന്നത്. ഈ സിനിമ എങ്ങനെയാകും, ഈ പാട്ട് എങ്ങനെയാകും, ഈ പാട്ട് കാസറ്റ് റിലീസായതിന് ശേഷം ഒട്ടും താമസിയാതെ പടം റിലീസായി. അതുകൊണ്ട് പാട്ട് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ സിനിമ എത്തി. അത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ പാട്ട് ജനകീയമായതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് സിനിമ എത്താൻ നേരത്ത് നമുക്കൊരു സന്തോഷം വരും, ഈ പാട്ടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. പാട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ സിനിമ വന്നു.
തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് എൻ്റെ പേര് തെളിഞ്ഞു വന്ന സമയത്ത് ഞാൻ വിചാരിക്കാത്ത രീതിയിലൊരു അത്ഭുതം നടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ കൈയടിക്കുന്നു. കണ്ണ് നിറഞ്ഞു പോയൊരു സമയമാണ്. അപ്പോൾ ആദ്യത്തെ സിനിമയുടെ ഏറ്റവും വലിയ മറക്കാനാവാത്ത അനുഭവം എൻ്റെ നാട്ടുകാരുടെ നടുവിലിരുന്ന് ഈ പടം കണ്ടതും ഈ ഓരോരോ പാട്ടുകളുടെ വരികളും ഒത്തിരി ചിന്തിച്ച് എഴുതി ഇത് റെക്കോർഡിങ് ശേഷം ഇത് ജനങ്ങളെങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളൊരു വല്ലാത്ത വേവലാതി, അത് ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴുണ്ടായൊരു വല്ലാത്തൊരു ആത്മഹർഷം, അതിനുശേഷം അടുത്ത സിനിമ എങ്ങനെ കിട്ടുമെന്നുള്ളൊരു വിഷമം, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നതാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമ. ഇതിലെ ഓരോ പാട്ടുകൾ ഓരോ വലിയ ഗായകർ പാടി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. കാര്യം യേശുദാസ്, ജയചന്ദ്രൻ, സുജാത, MG ശ്രീകുമാർ, ബിജു നാരായണൻ, ചിത്ര ചേച്ചി എല്ലാവരും ഒരു സിനിമയിൽ തന്നെ പാടുന്നു. അപ്പോൾ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ജോണി സാഗരിക എന്ന പ്രൊഡ്യൂസർ സംവിധായകനേക്കാൾ വലിയ നിർദ്ദേശങ്ങൾ നമുക്ക് തരും. സിനിമ മാത്രം നോക്കരുത് പാട്ടെഴുതാൻ നേരത്ത്. സിനിമയ്ക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഈ പാട്ടുകളിൽ വരുത്തണം. എന്നിട്ട് സിനിമ അതിൻ്റെ ഒരു സാധ്യത മാത്രമാണെന്ന് വിചാരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം എപ്പോഴും മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. പെട്ടെന്ന് MG ശ്രീകുമാർ പ്രിയദർശൻ സാറിനോട് പറയുകയാണ്, ഈ സിനിമയിൽ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഈകം കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അവസാനത്തെ പാട്ട് പുള്ളി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ, ആ മുറിയിൽ വെച്ചുള്ള ബഹളം, അത് ഈ കൊടുക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയദർശൻ സാറ് പറഞ്ഞു, നമ്മളൊരാളെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ ശ്രീകുട്ട, കഴിഞ്ഞ പടത്തിൽ ഒരാളെ കൊണ്ടുവന്നേ, അയാളൊന്ന് രക്ഷപ്പെടട്ടെ, അയാളിതേ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയൻ ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്തോ അവർ തമ്മിലുള്ള സ്വാതന്ത്ര്യം കൊണ്ടുള്ള ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം പോലെ ഉണ്ടായപ്പോൾ അന്ന് ശ്രീകുട്ടൻ ആ പാട്ട് ഈ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ പടം കിട്ടുന്നത്. അതിൽ അത്ര വലിയ സിറ്റുവേഷനൊന്നും അല്ലാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടി.